പിന്നെ ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. ഓ, അതൊരു സത്യമാണ്. സാധാരണ പുറത്തു പോയി കഴിഞ്ഞാൽ പൊതുവെ വേറെ ഒന്നും കഴിക്കാറില്ലല്ലോ. എല്ലാവരും നിർബന്ധിച്ച് എന്തെങ്കിലും കഴിച്ചെന്ന് വയ്ക്കും. പക്ഷെ നന്നായിട്ട് കഴിക്കുന്നത് ഇവിടെ നിന്ന് മാത്രമാണ്. പാവം സാറ് വന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണം. ആ പിന്നെ രാജേട്ടാ, കടയിൽ പോകുമ്പോ മുരിങ്ങയില വേണം. പിന്നെ പാൽച്ചീരി, അത് സാറിന് നല്ല ഇഷ്ടം, അത് വാങ്ങിച്ചോ. പിന്നെ ഒരു കഷ്ണം ചേന വാങ്ങണം. എല്ലാം ഓർത്തോളണേ. ഞാൻ എന്തിനാ ഓർക്കുന്നേ? ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ 15 മിനിറ്റ് കഴിയുമ്പോൾ മോളുടെ വിളി വരും. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയോ എന്ന് ഓർമ്മിപ്പിക്കാൻ. തിരികെ മാർക്കറ്റിലെത്തി ഏതെങ്കിലും കടയിൽ കയറിയ അപ്പോഴും വരും മോളുടെ കോള്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കടക്കാരൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറയും. പിന്നെ കടക്കാരനും മോളും കൂടെ ആവും ഫോൺ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ഓർത്തു വെക്കേണ്ടേ? രാജേട്ടനൊരു അവസരം കാത്തിരിക്കായിരുന്നല്ലേ? അല്ല മോളെ, ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ? കടലക്കറി ഇപ്പൊ റെഡിയാവും. ഓ കൊള്ളാം. പിന്നെ പുട്ടുണ്ടാക്കണം. സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അതല്ലേ? അതെ മോളെ. എന്നിട്ട് പപ്പടവും വറുക്കാം. തൽക്കാലം അത് മതി. എന്നിട്ട് നമുക്ക് മീനും ഇറച്ചിയും എല്ലാം വാങ്ങിച്ച് സാറിന്റെ മനസ്സൊന്ന് നിറയ്ക്കണം. എന്നാലും ഒരു ദിവസം മുഴുവനും യതീന്ദ്ര സാറ് ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് സാറിന്റെ നല്ല സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലോ കോടതിയോ ജയിലോ സാറ് കാണാൻ പാടില്ല. എല്ലാം ഒരു വിധി തന്നെ അല്ലേ മോളെ? ദൈവങ്ങള് വിശ്രമിക്കുമ്പോ ചെകുത്താന്മാര് കണ്ണ് കൂർപ്പിച്ചിരിക്കും. അതന്നെയല്ലേ ഇപ്പൊ നടക്കുന്നത്. രഞ്ജിത്തെ, നീ എന്തായി ചെയ്യുന്നേ? ഞാൻ വെറുതെ. നിന്റെ എന്തേലും കാണാതെ പോയോ? നീ എന്തേലും അന്വേഷിക്കാണോ? ഏയ് ഒന്നുമില്ല. നീ ഇന്നലെ രാത്രി പുറത്തു വരുന്നു. എടാ, ചോദിച്ചത് കേട്ടില്ലേ? നീ ഇന്നലെ രാത്രി പുറത്തു പോയിരുന്നോന്ന്. ഞാൻ എന്തിനാ രാത്രി പുറത്തു പോകുന്നത്? അതും ഇവിടെ ഒട്ടും പരിചയമില്ലാത്ത ഞാൻ. അതെ, വണ്ടി പുറത്തു പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിൽ നീ ഇല്ലായിരുന്നല്ലോ. ഞാനൊന്നുമല്ല. ഉദയ്, ഇവന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ ഈ വരവും ഈ വിവാഹ നിശ്ചയമാ. ആണോടാ? ഏയ് അതൊന്നുമല്ല ഡാഡി. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് ടെൻഷനുണ്ട്, അല്ലാതെ വേറെ. അങ്കിള് രാവിലെ ജാമ്യത്തിൽ ഇറങ്ങും. ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാൻ പോവാ. നീ കൂടെ വരണം. ഡാഡി ഞാൻ വാടാ. ആ ശരി.
ഡാ, ഏ, അല്ല നീ ഇവിടെ എന്ത് ചെയ്യാ? ഏ, ആ, വാടാ ഇങ്ങോട്ട്. ആന്റി ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു അല്ലേ? ഞാൻ ആന്റിയുടെ അടുത്തേക്ക് വന്നാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ സംസാരിച്ചു തുടങ്ങിയ ആന്റി കരയുമല്ലോ, അതാ വരാതിരുന്നത്. പത്മ, നമുക്ക് ഇറങ്ങിയാലോ? അതിനവൻ വരണ്ടേ? ഈ സൂര്യ എന്തേ കാണിക്കുന്നത്? ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നേ? ആരെക്കുറിച്ചാ സംസാരം? ഞാൻ എന്ത് കാര്യത്തിലാ ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചത്? 10 മിനിറ്റ് മുമ്പ് ഇവിടെ അമ്മയുടെ മുമ്പിൽ വെച്ചാ ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചത്. കോടതിയിലെ ആദ്യത്തെ കേസ് നമ്മുടേതായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലേ. ഇന്നത്തെ ട്രാഫിക് സ്വഭാവം അനുസരിച്ച് എത്ര സമയം കൊണ്ട് കോടതിയിൽ എത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അതിനിപ്പോ എന്താടാ? അപ്പൊ തൊട്ടടുത്ത് നിന്നൊരാൾ എന്റെ ഉത്തരവാദിത്തമില്ലായ്മയെ കുറിച്ച് പറയുമ്പോ അതങ്ങ് തിരുത്തി കൊടുക്കണം. 10 മിനിറ്റ് മുമ്പ് ഞാനും അവനും ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് അങ്ങ് പറയണം. അതാണ് മാന്യത. സൂര്യ, പ്ലീസ്, ഈ നേരത്ത് കൂടി നിങ്ങൾ തമ്മിൽ തർക്കിക്കാതെ നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഓക്കെ എങ്കിൽ ഇറങ്ങാം. ഡാഡി, ഞാൻ വരുന്നില്ല. അതെന്താടാ? ഒന്നിച്ചു പോകാൻ വേണ്ടിട്ടല്ലേ നിന്നെ വിളിച്ചത്? ശരിയാണ്, പക്ഷേ ആന്റി, ഇത്തരം സിറ്റുവേഷൻസ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ. ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് ഓടി പോകേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ നിന്ന് അദ്ദേഹത്തെയും കൂട്ടി എല്ലാരും ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ഓക്കെ എങ്കിൽ നമുക്ക് പോവാം. അതായത് ഇവിടെ നിന്നോട്ടെ. ഇല്ല, ഞാൻ വരുന്നുണ്ട്. താൻ വരുന്നില്ല. ഡാഡി, അതെ, അത്യാവശ്യം വേണ്ടപ്പെട്ടവരും പ്രധാനപ്പെട്ടവരും വരുന്നുണ്ടല്ലോ. മാത്രമല്ല, ഒരു കാറിൽ 4 പേരാണെങ്കിൽ കംഫർട്ടബിളാ.